മലങ്കര സഭ ഭിന്നിക്കരുതെന്ന പ്രധാനമന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഭാരതീയ സഭയാണ് മലങ്കര സഭയെന്ന് RSSനും BJPക്കും അറിയാം. സമാധാനത്തിന് മറ്റെങ്ങും പോകേണ്ടതില്ലെന്നും സ്വത്വവും സത്യവും മനസ്സിലാക്കിയാൽ മതിയെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. നമുക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ആരോ ഡൽഹിയിൽ പോയി സഭാസമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി അതിനോട് പറഞ്ഞത് നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്, നിങ്ങൾ ഒന്നായി തീരണം, അതിനുള്ള മാർഗം അന്വേഷിക്കണമെന്നാണ്. മലങ്കര സഭ ഇതേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. സഭ ഒന്നായി തീരണമെന്നുള്ളത് രാജ്യത്തിൻ്റെ സമാധാനമാണ്. ഇത് സഭ ഇവിടെ പറയുന്നു. അതിന് ഡൽഹിയും അല്ലെങ്കിൽ മറ്റ് ലോകത്തിലെ മറ്റ് കേന്ദ്രങ്ങളോ അമേരിക്കയിലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അത് സാധിക്കും. യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി ജോൺസൺ, പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നേരത്തെ തന്നെ ഓർത്തഡോക്സ് സഭ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് ഈ കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകൾക്ക്, സമാധാനത്തിന് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി പോകുന്നതിനെല്ലാം അവർ തയ്യാറാണ്. കാരണം മുൻപുള്ള പല വിധികളിലും ഏറ്റവും അവസാനം വന്നത് 2017 കോടതി വിധിയാണ്. അതിൽ തന്നെ കൃത്യമായി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേ കാര്യം തന്നെ നേരത്തെയും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും യഥാർത്ഥ ഭാരതീയ സഭ ഏതാണെന്ന് RSSനും BJPക്കും അറിയാം എന്നൊരു മറുപടി കൂടി നൽകുന്നുണ്ട് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ഇന്നലെ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ചർച്ചകൾക്ക് തങ്ങൾ എതിരല്ല, അത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി എന്തിനും തയ്യാറാണ്. സമാധാനം ഉണ്ടാകണമെങ്കിൽ സ്വത്വവും അതുപോലെ തന്നെ സത്യവും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, അതിനപ്പുറത്തേക്ക് ഒന്നും ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്.